നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയ ഒരു വാഹനമായിരുന്നു ഫോർച്യൂണർ. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് നമുക്ക് സെയിലിടാൻ നമുക്ക് ചാൻസ് കിട്ടാറില്ല. വന്ന വാഹനങ്ങളൊക്കെ കൂടുതൽ വന്ന അതേ കണ്ടീഷനിൽ അഡ്വാൻസ് ആയി വർക്ക് എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത്. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഫോർച്യൂണർ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, ഏകദേശം ഒക്കെ അഡ്വാൻസ് ആണ്. ഇതിപ്പോൾ ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമാണ്, പാർക്കാ സെയിൽ വാഹനമാണ്. ഒരു വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കേട്ടോ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആയ വാഹനമാണ്, ഓൾ ഒറിജിനൽ വരുന്ന വാഹനം. കിലോമീറ്റർ ഓടിയുള്ളത് 2,20,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സ്റ്ററിലെ വാഹനം കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4 കടുവത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. ഏകദേശമൊക്കെ കമ്പനി പെയിന്റ് വരുന്ന വാഹനം. ചെറിയ ചെറിയ മൈനറായുള്ള ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് ഫുൾ പക്ക ഒരു ഷോറൂം കണ്ടീഷനാക്കിയിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ. ഈ വാഹനത്തുമ്പോൾ ഓൾറെഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് GR സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങൾ, അതല്ലെങ്കിൽ ലെക്സസിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ, ബാക്ക് ഡിക്കി ഗാർണിഷ് LED, ഫ്രണ്ടും ബാക്കും സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തരാൻ കഴിയും. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിലും തരാൻ കഴിയും കേട്ടോ. നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടാൻ കഴിയും. ഒരുപാട് ആൾക്കാരാണ് ഫിനാൻസിൽ ഫോർച്യൂണർ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചാൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. നമുക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ കഴിയാറില്ല. ഒന്നാമത് കേരളത്തിൽ നമ്പർ ആകാത്ത വാഹനമായതുകൊണ്ട് നമ്മുടെ ഫിനാൻസ് ഒരുപാട് ഹോൾഡ് ആവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ കഴിയാത്തത്. ഇത് ഓൾറെഡി കേരളത്തിൽ നമ്പർ ആയ വാഹനമായതുകൊണ്ട് നമുക്ക് ഫിനാൻസിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഒരു 3-3.5 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് ഫിനാൻസിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും. മെക്കാനിക്കൽ സൈഡ് ഒരു രക്ഷയില്ല, പക്ക കണ്ടീഷനാണ്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനൊരു അവസരം നമ്മൾ തരുന്നുണ്ട് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന മാതിരി മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്രണ്ട് മേജർ കംപ്ലൈൻറ്റുകൾ നിങ്ങൾ ഈ വാഹനം എടുത്തുകൊണ്ട് പെട്ടെന്നില്ല ഒരിക്കലും പറയില്ല. അത് നമുക്ക് ഗ്യാരണ്ടിയോട് നിങ്ങൾക്ക് തരാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ വാഹനം ഒരു പാർട്ടി യൂസ്ഡ് വാഹനമാണ്. ഒരു വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. മെക്കാനിക്കൽ സൈഡൊക്കെ ഈ വാഹനം വന്ന് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ എഞ്ചിൻ സൈഡൊക്കെ അല്ലേ കേട്ടോ. ബമ്പറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനി ഫ്രണ്ടേജ്, ബമ്പർ സ്കാറ്റിങ്, അതേപോലെ GRൻ്റെ ഗ്രില്ല് വേണ്ടവർക്ക് GRൻ്റെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുക. ലെക്സസിൻ്റെ ഗ്രില്ല് വേണ്ടവർക്ക് നമുക്ക് ലെക്സസിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ മൈനറായില്ല 1-2 സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫുള്ള് ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പം നിലവിലുള്ള കണ്ടീഷനിൽ 1-2 ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ് കേട്ടോ. ഫെൻഡർ, അതേപോലെ ബോണറ്റ്, ഈ ഡോറുകൾ, ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് ചെറിയ എന്തോ ഒരു പശ ഒലിച്ച പാടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് തരാൻ കഴിയും കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ 1-2 ചെറിയ സ്ക്രാച്ച്. ഡോർമൊന്നും പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഡോറൊക്കെ കമ്പനി പെയിന്റ് തന്നെയാണ് വരുന്നത്. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കോണ്ടിനെന്റിന്റെ 4 കടുപുത്തൻ ടയർ ഭാഗങ്ങൾ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു 90% 80% ടയർ ഭാഗങ്ങളുണ്ട്. പാർട്ടി ഇവിടെ വന്നിട്ട് ഇട്ടതാണ്. 2024 മോഡലാണ് കോണ്ടിനെന്റിന്റെ ടയർ ഭാഗം വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു BMW ആ ഒരു ടൈപ്പാണ് ഈ ഒരു LED പറയുന്നത് കേട്ടോ. BMW ടൈപ്പാണ് LED ടൈലാമ്പ് ഉള്ളത് കേട്ടോ. ടിക്കിന്റെ ഭാഗത്തൊന്നും ഇതുവരെ ടച്ചിങ് കയറിയിട്ടില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. ബമ്പറിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് പോളിഷ് ചെയ്ത് തരാൻ കഴിയും. ഒരു ഗ്ലാസും റീപ്ലേസ് ഇല്ലാത്ത വാഹനം. അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച്, ഈ ഡോറിന്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച്. ഇതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ എടുത്തു പറയുന്നത് ഇതിന്റെ 360 ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് കേട്ടോ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, ഒരു അടിപൊളി ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഒരു സീറ്റ് കവറിൻ്റെ അതേ ഒരു കളറിൽ അതേ ഒരു സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. സീറ്റ് കവറൊക്കെ എക്സ്ട്രാ തൈ സപ്പോർട്ടും ഹാൻഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിയർ നോബും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ പറയാം. ഇന്റീരിയർ ഭാഗങ്ങൾ ഒരു രക്ഷയില്ല. ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ 2,00,000 കിലോമീറ്ററാണ് ഈ വാഹനം കിലോമീറ്റർ ഓടിയുള്ളത്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തൊരു ഫീൽ ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ലാസ്റ്റ് കമ്പനി കയറിയിട്ട് പാർട്ടി കൊണ്ടുവന്നിട്ട് കമ്പനി കയറിയിട്ട് ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഒരു അടിപൊളി ലേറ്റസ്റ്റ് മോഡൽ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്റീരിയർ ഭാഗങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. 360 ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ മെക്കാനിക്കൽ സൈഡ് നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഗ്യാരണ്ടി തരും. മേജറായിട്ടുള്ള ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരാൻ കഴിയും കേട്ടോ. ഏതൊരു സൈഡ് ഭാഗത്ത് ആക്സിഡൻറ്റ് കാര്യങ്ങൾ, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ.
അതേപോലെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ്. 2014 മോഡൽ, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയ വാഹനം. 2,20,000 കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലുള്ള വാഹനം കേട്ടോ. 360 ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഒക്കെ പക്ക കണ്ടീഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. 4 കോണ്ടിനെൻറ്റിൻ്റെ 4 കടുപ്പത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, LED ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷനിൽ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 14,50,000 രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് GR കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 14,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു 3-3.5 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.